അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി ത്രൈലോക്യം മുഴുവൻ വീണ്ടെടുത്ത് ഈ അസുരന്മാരിൽ നിന്ന് ദേവന്മാരുടെ ആധിപത്യമൊക്കെ കൈക്കലാക്കി ഇപ്പൊ മുഴുവൻ തന്നെ മഹാബലിയാണ് ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദേവന്മാർക്ക് വിഷമമാകുന്നു. അവര് കശ്യപനോട് സങ്കടം പറയണു. കശ്യപൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിഥി പയോവ്രതം എന്നൊരു വ്രതം അനുഷ്ഠിച്ച് അപ്പോഴേക്കതാ ആ പൃശിനിയും സുതപസ്സും പൂജിച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹം ഇവർക്ക് പ്രാപ്തമാകുന്നു. അവർ ആ വിഗ്രഹത്തെയും പൂജിക്കുന്നു. അങ്ങനെ ആ വിഗ്രഹത്തെ പൂജിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുന്നു. അങ്ങനെ അനുഗ്രഹപ്രകാരം അതിഥി ഗർഭം ധരിക്കുന്നു. ഭഗവാനെയാണ് പ്രസവിക്കുന്നത്. വാമനമൂർത്തിയായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ആ വാമനമൂർത്തിയാണ് ത്രൈലോക്യത്തെ മഹാബലിയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തെ വീണ്ടെടുത്ത് ദേവേന്ദ്രന് കൊടുക്കുന്നത്. അങ്ങനെ മഹാബലി സർവസ്വവും ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള മഹാത്മാവാണ് മഹാബലി. അപ്പൊ അങ്ങനെ അവരുടെ ആ അടുത്ത ജന്മം കഴിഞ്ഞു. അവരെന്നെയാണ് പിന്നീട് ദശരഥനും കൗസല്യയുമായിട്ട് അവതരിച്ചത്. അവർക്കും തന്നെ ഭഗവാൻ രാവണാദികളായ ദുഷ്ടന്മാരെ വധിക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മാദികളായ ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ശ്രീരാമസ്വരൂപേണ അവതരിക്കുകയുണ്ടായി. ആ അതിഥിയും കശ്യപനും, അതായത് പൃശിനിയും സുതപസ്, അവരെന്നെയാണ് പിന്നീട് ദ്വാപരയുഗത്തിൽ ആരായിട്ട് ജനിക്കുന്നത്? വസുദേവരും ദേവകിയുമായിട്ട്. അങ്ങനെ വസുദേവരും ദേവകിയുമായിട്ട് അവര് ജനിച്ച് വിവാഹിതരായി തീർന്നു. ആ സന്ദർഭത്തിലാണ് കംസാദികളായിട്ടുള്ള ദുഷ്ടന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു നാരായണ സ്വാമി വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് മധുരയിലെ കംസന്റെ കാരാഗ്രഹത്തില് യാദവ വംശത്തിൽ അവതരിക്കുകയാണ്. ഇങ്ങനെ അവതരിച്ചിട്ടുള്ള ഭഗവാൻ ഓരോരോ വിധത്തിലുള്ള ദുഷ്ടന്മാരെയൊക്കെ പൂതന, ശകടാസുരൻ, തണാവർത്തൻ, ഇങ്ങനെയുള്ള അനവധി ദുഷ്ടന്മാരെയൊക്കെ വധിക്കുന്നു. ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. ദേവേന്ദ്രന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. മധുരയിൽ ചെന്ന കംസനെയും മുഷ്ടികൻ, ചാണൂരൻ മുതലായവരെ വധിക്കുന്നു. മഹാഭാരത യുദ്ധം എന്ന വ്യാജേന ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരെ മുഴുവൻ തന്നെ നിഗ്രഹിക്കുന്നു. അപ്പോ ഇതിനു മുമ്പത്തെ ജന്മത്തിൽ അവർ പൂജിച്ചിരുന്ന ആ പാതാളാഞ്ജന ശില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള ആ മഹാവിഷ്ണു വിഗ്രഹം ഇവരും തന്നെ ദ്വാരകയിലെ ഒരു ക്ഷേത്രമൊക്കെ പണിത് അവിടെ പൂജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പൂജിച്ചിരുന്നു. അപ്പൊ ഭഗവാൻ തന്റെ അവതാര കാര്യങ്ങളൊക്കെ പരിസമാപ്തമാക്കി. എന്തിനു വേണ്ടിയിട്ടാണോ അവതരിച്ചത്? ധർമ്മം പരിപാലിച്ചു, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ നിഗ്രഹിച്ചു, സജ്ജനങ്ങൾക്കൊക്കെ രക്ഷ കൊടുത്തു. ഇനി താൻ തന്റെ സ്വധാമമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളതാണ്. അപ്പൊ ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ട്, ഉദ്ധവരെ, ഞാൻ ഇപ്പൊ അധികം കാലം താമസിയാതെ സ്വർഗാരോഹണം ചെയ്യും. അപ്പൊ ഇവിടെ പൂജിച്ചിരുന്ന ഈ വിഗ്രഹമുണ്ടല്ലോ, അത് ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട്, ലോകത്തിലെ ആളുകൾക്ക് അനുഗ്രഹത്തെ വർഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാം. എന്റെ സ്വർഗാരോഹണത്തോടു കൂടി ദ്വാരക വെള്ളത്തിലാവും. വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹവും വെള്ളത്തിലാവും. ആ വിഗ്രഹം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോട് പറഞ്ഞ് അതിനെ വീണ്ടെടുത്ത് പിന്നെ വായുവിനെ കൂട്ടിയിട്ട് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി പറയണം എന്ന് ഉദ്ധവരോടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നു. സ്വർഗാരോഹണത്തോടു കൂടിയിട്ട് എന്തുണ്ടാവുന്നു? വലിയ വലിയ സുനാമി തിറകൾ വന്ന് ദ്വാരകയെ വെള്ളത്തിൽ മുക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ അവസരത്തില് ഇതാ ആ ദ്വാരകയിൽ അവര് പൂജിച്ചിരുന്ന ആ വിഗ്രഹവും തന്നെ വെള്ളത്തിൽ ആ തിരമാലയുടെ ഇടയിൽ കാറ്റിൽ കടലിൽ അങ്ങനെ ആടിയിട്ടും ഉലഞ്ഞിട്ടും പാടിയിട്ടും വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ കടന്ന് പാടി പോവാണ്. ആ സന്ദർഭത്തില് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്ക് ദൈവനിയോഗപ്രകാരം, ദൈവനിശ്ചയപ്രകാരം തന്നെ വായുദേവനും ഈ ബൃഹസ്പതിയോടുകൂടി ചേരുന്നു. അവർ രണ്ടുപേരും അവിടെ ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ വിഗ്രഹത്തെ, ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ രണ്ടുപേരും കൂടി കൈകൊണ്ട് എടുക്കുന്നു. എന്നിട്ട് ആകാശമാർഗേണ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ വിഗ്രഹം എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണം. അതിന് ഉചിതമായിട്ടുള്ള സ്ഥലം എവിടെയാണ് എന്ന് അവർ അന്വേഷിച്ചങ്ങോട്ട് നടക്കുമ്പോഴാണ് ഈ ദക്ഷിണദേശത്ത് കേരവൃക്ഷങ്ങളാൽ നിബിഡമായിട്ടുള്ള
ഭാർഗവക്ഷേത്രം എന്നറിയപ്പെടുന്ന പരശുരാമനാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ഈ കേരളത്തിന്റെ ഉപരിഭാഗത്തെ പശ്ചിമ സമുദ്രത്തിന്റെ തീരത്തായിട്ട് അവർ എത്തുന്നത്. അങ്ങനെ അവർ വീണ്ടും അന്വേഷിച്ചാണ് എത്തുമ്പോഴാണ് ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്ത് ഒരു കുളമുണ്ട്, രുദ്രതീർത്ഥം എന്നാണ് പറയുക. ആ രുദ്രതീർത്ഥത്തിന്റെ ഉപരിഭാഗത്തേക്ക് ഈ ഗുരു എന്ന് വെച്ചാൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, അതേപോലെ തന്നെ വായുദേവനും കൂടി ആകാശമാർഗത്തിൽ എത്തിച്ചേരാണ്. അപ്പൊ അവര് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുമ്പോഴാണ് ആ രുദ്രതീർത്ഥത്തിലാണ് മഹാദേവൻ പാർവതീദേവിയോട് കൂടിയിട്ട് അവിടെ ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ മഹാദേവനെ കണ്ടപ്പോ രണ്ടുപേരും കൂടി ആകാശത്തു നിന്ന് ഇറങ്ങി ആ വിഗ്രഹവുമായി മഹാദേവന്റെ സമീപത്ത് വന്നു. മഹാദേവനെ നമസ്കരിച്ചു. ശംഭോ മഹാദേവ, അവിടത്തേക്ക് നമസ്കാരം എന്നൊക്കെ അവർ പറഞ്ഞു. ആ സന്ദർഭത്തില് ഉടനെ മഹാദേവൻ പറഞ്ഞു, നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഞങ്ങളുടെ കയ്യില് മനോഹരമായിട്ടുള്ള പാതാളാഞ്ജന ശില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മഹാവിഷ്ണു വിഗ്രഹമുണ്ട്. അത് എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നറിയാതെ ഞങ്ങൾ അതിനു പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അങ്ങയെ കണ്ടത്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുക. ഞാൻ പാർവതീദേവിയോട് കൂടിയിട്ട് തൊട്ടടുത്ത ദേശമായിട്ടുള്ള മമ്മിയൂർക്ക് മാറിപ്പോവാമെന്ന് പറയുകയാണ്. അങ്ങനെ മഹാദേവനും പാർവതീദേവിയും കൂടി ആ രുദ്രതീർത്ഥത്തിൽ നിന്ന് ഈ രുദ്രതീർത്ഥത്തിൽ വെച്ചാണ് മഹാദേവൻ പ്രദേഹസുക്കൾക്ക് രുദ്രഗീതം ജപിച്ച് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവര് മാറണു. അപ്പൊ ഈ മമ്മിയൂരിന് മഹിമയൂര് എന്നായിരുന്നു പണ്ട് പേരുണ്ടായിരുന്നത്. മഹാദേവൻ വലിയ ഒരു ത്യാഗമാണ്, വലിയൊരു സത്കൃത്യമാണ് ചെയ്തത്. അത് പിന്നീട് പറഞ്ഞിട്ടാണ് ഈ മമ്മിയൂരായി തീർന്നത്. ഇപ്പൊ ഗുരുവായൂർ നമ്മൾ തൊഴുമ്പോ മമ്മിയൂരും കൂടി തൊഴുതാലേ അതിന്റെ ഫലം പൂർണ്ണമാകൂ എന്നാണ് നമ്മുടെ സങ്കല്പം. സാധാരണ ഗുരുവായൂർ വരുന്ന എല്ലാവരും മമ്മിയൂരും ചെന്ന് തൊഴാറുണ്ട്. അതിന് സാധ്യമാവാത്തവര് ആ ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് കൈകൂപ്പി നമസ്കരിക്കുന്നത് നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന അവിടെ തൊഴുന്നവർക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രവും മമ്മിയൂർ ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധം കൂടി ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ആ ഗുരുവും വായുവും കൂടി മഹാദേവനും പാർവതീദേവിയും മമ്മിയൂർക്കും മാറിയപ്പോൾ അവര് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തിയതിനാൽ ആ ക്ഷേത്രത്തിന് ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ള ആ പ്രസിദ്ധി വരികയാണ്. ഗുരുവായൂരപ്പൻ എന്ന പേരിൽ അവിടുത്തെ ആരാധനാമൂർത്തിയെ, പ്രതിഷ്ഠാമൂർത്തിയെ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ അനവധി കാലമായിട്ട് കൈമാറി വന്നിട്ടുള്ള പാതാളാഞ്ജന ശില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹമാണത്. അതിന്റെ ശ്രീകൃഷ്ണ ഭാവത്തിലാണ്, ചതുർബാഹുവായിട്ടുള്ള രൂപത്തിലാണെങ്കിലും ശ്രീകൃഷ്ണ ഭാവത്തിലാണ് അവിടുത്തെ പൂജയും ആരാധനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ ദത്താത്രേയ മഹർഷി ജനമേജയ മഹാരാജാവിനോട് പറയാണ്, അങ്ങ് ഈ ഗുരുവിനാലും വായുവിനാലും പ്രതിഷ്ഠിതമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുക. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ചെന്ന ഗുരുവായൂരപ്പനെ ഭജിക്കുക. ഏതേതു ഭാവത്തിലാണോ ഭക്തന്മാർ ഭഗവാനെ ഭജിക്കുന്നത് അതാത് ഭാവത്തിൽ ഭക്തന്മാർക്ക് ദർശനം നൽകി അവരുടെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കുന്നു. നമ്മുടെ ഏത് ആപത്തിൽപ്പെട്ടാലും ഏത് വിഷമത്തിൽപ്പെട്ടാലും നമ്മൾ മനസ്സുരുകിക്കൊണ്ട് ഭക്തിശ്രദ്ധയോടുകൂടി ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ സാധിക്കും. ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഒരു ശ്ലോകത്തിൽ കൂടി പറയാണ്, നമ്രാണാം സന്നിധൽസേ സ്വതമഭിപുര തൈ അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച യുക്തം നിശേഷലഭ്യോ നിരവധിക ബല പാരിജാതോ ഹരേ ത്വം ശുദ്രം തം ചക്രവാടീദ്രുമഭിലഷതി തീവ്രജോയം. ആരാണോ ഈ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പനെ ഭക്തി ശ്രദ്ധയോടുകൂടിയിട്ട് ആരാധിക്കുന്നത്, ഭജിക്കുന്നത്, അവിടുത്തെ തിരുനാമങ്ങൾ ചൊല്ലുന്നത്, അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമാകുന്നു.
അവർ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ വരങ്ങളൊക്കെ കൊടുത്ത് അവസാനത്തിങ്കൽ പരമാനന്ദ സാന്ദ്രമായിട്ടുള്ള ആ മോക്ഷത്തെയും നൽകി അനുഗ്രഹിക്കുന്നു. അത്രയും കാരുണ്യമൂർത്തിയാണ് ആ ഗുരുവായൂരപ്പൻ. അപ്പൊ അങ്ങനെ ഗുരുവായൂരപ്പന്റെ മഹിമകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു മഹർഷി രാജാവിന്. രാജാവ് അത് കേട്ട് ഗുരുവായൂരിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഹസ്തനപുരത്തിൽ നിന്ന് വടക്കുനിന്ന് ഏതാനും ദിവസങ്ങൾക്കകം ഗുരുവായൂരിൽ എത്തിച്ചേരുന്നു. അവിടെ ചെന്ന് ഈ രുദ്രതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഭഗവാനെ ആ മഹർഷി പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഭജനാവേദികൾ അനുസരിച്ചുകൊണ്ട് ഭഗവാനെ ഭക്തിശ്രദ്ധയോടുകൂടി രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം കഴിച്ച് നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാന് നിവേദിച്ച ഭക്ഷണം കഴിക്കുക. കൂടെ തന്നെ മമ്മയിലും തന്നെ എല്ലാ ദിവസവും ചെന്ന് ദർശനം നടത്തുക. ഇങ്ങനെ ആ ഭജനാക്രമം ഒരു 3-4 മാസത്തോളം അങ്ങോട്ട് നീണ്ടു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ദിവ്യമായിട്ടുള്ള ഒരു സ്വപ്നാനുഭൂതി, സ്വപ്ന ദർശനം ഉണ്ടാകുന്നത്. ഭഗവാൻ ബാലഗോപാല രൂപത്തില് ഇദ്ദേഹത്തിന്റെ അടുത്തു വന്ന് ഇദ്ദേഹത്തിന്റെ ദേഹത്തിലുള്ള വ്രണങ്ങളും മുറികളും ഒക്കെ കൈകൊണ്ട് അങ്ങോട്ട് തലോടുന്നു ദേഹത്തില്. ആ തലോടിൽ ഒരു ദിവ്യമായിട്ടുള്ള അനുഭൂതി അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ഉറക്കത്തുനിന്ന് എഴുന്നേറ്റപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. മാത്രമല്ല തന്റെ ദേഹത്തിലെ വ്രണങ്ങൾ, ആ കുഷ്ഠരോഗം മുഴുവൻ തന്നെ പോയി. തനിക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം കൈവന്ന പ്രതീതിയും അദ്ദേഹത്തിന് കൈവന്നു. അദ്ദേഹം പിന്നെ അവിടെ വളരെ വഴിപാടുകളും ക്ഷേത്രം പുതുക്കിപ്പണിയാനുള്ള ഏർപ്പാടുകളും ഒക്കെ ചെയ്ത് അനവധി ദ്രവ്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ച് തന്റെ ആളുകളോടുകൂടി നേരെ തന്റെ രാജ്യത്തേക്ക് പോവുകയാണ്. പിന്നീട് ഈ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശങ്കര ഭഗവത്പാദരാണ്, ശങ്കരാചാര്യസ്വാമികളാണ്. അത് നമുക്ക് ശങ്കരാചാര്യസ്വാമികളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അവസരത്തിൽ ആ കാര്യങ്ങൾ നമുക്ക് വളരെ വിസ്തരിച്ച് നമുക്ക് അനുസ്മരിക്കാം. ഇവിടെ എന്നും തന്നെ ഭാഗവതം പാരായണം നടന്നുകൊണ്ടിരിക്കണു. അതേപോലെ മേൽപ്പത്തൂരിനാൽ രചിതമായിട്ടുള്ള നാരായണീയം പാരായണം നടന്നുകൊണ്ടിരിക്കണു. ഹരി നാരായണ നാരായണ എന്നുള്ള നാമജപം, നാമമന്ത്രങ്ങൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണു. അതൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല നാരായണീയത്തിന്റെ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, ജ്ഞാനപ്പാനയുടെ കർത്താവായിട്ടുള്ള പൂന്താനം നമ്പൂതിരി, പരമഭാഗവതോത്തമനായിട്ടുള്ള വില്യമംഗലം സ്വാമിയാര്, പരമഭക്തയായിട്ടുള്ള മഞ്ജുള, അതേപോലെ തന്നെ കൃഷ്ണനാട്ടത്തിന് ആധാരമായിട്ടുള്ള കൃഷ്ണഗീതി എന്ന കാവ്യം രചിച്ചിട്ടുള്ള മാനവേദ രാജാവ് എന്നിവരൊക്കെ ഇവിടെ ഗുരുവായൂരപ്പനെ ഭജിച്ച് ഗുരുവായൂരപ്പനെ സേവിച്ച് പരമഗതി ലഭിച്ചിട്ടുള്ള ആ മഹാത്മാക്കളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ മഹാത്മാക്കളുടെയൊക്കെ ചരിത്രം വളരെ വലുതുമാണ്. ഭൂലോക വൈകുണ്ഠം എന്നാണ് ഗുരുവായൂരിനെ പറയാറുള്ളത്. അത് തികച്ചും അന്വർത്ഥമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.